ചായ. പോലീസ് നിയമം കണ്ടായിട്ട് എന്താ കാര്യം? പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ പേടിയാവുക. ഡൽഹിയിൽ നിന്ന് പെരുമ്പാവൂരിലേക്കുള്ള ദൂരം കൂടിയില്ല, പെരുമ്പാവൂർന്ന് ഇങ്ങോട്ട്. ഒരുത്തന്റെ കണ്ണിലും സ്നേഹവും കരുണയുമില്ല, മൊത്തം കാമം മാത്രം. ആരാ ഇതൊക്കെ ഒന്ന് കാണാൻ? ആരാ ഇവർക്ക് ശിക്ഷിക്കുക? ലോ എന്ത് ലോ, എന്ത് ജസ്റ്റിസ്? 6 വർഷം മുമ്പ് ഒന്നിന്റെ ജീവൻ എടുത്തൊരുത്തൻ ഇപ്പോഴും ജയിലിൽ സുഖിച്ച് ജീവിക്കുക. ഇവരുടെയൊക്കെ മുമ്പിൽ ലോയും ജസ്റ്റിസും വെറും പൂജ. ഇതിന്റെ പേരിൽ ഇനി ചേട്ടനും അനിയത്തിയും വഴക്കുണ്ടാക്കാൻ നിൽക്കണ്ട. വന്ന് ഭക്ഷണം കഴിക്കാൻ നോക്ക്. ആറ് വർഷം മുമ്പ് ഒന്നിന്റെ ജീവൻ എടുത്തൊരുത്തൻ ഇപ്പോഴും ജയിലിൽ സുഖിച്ച് ജീവിക്കുക. ഇവരുടെയൊക്കെ മുമ്പിൽ ലോയും ജസ്റ്റിസും വെറും പൂജ. ചേട്ടന്റെ കണ്ണെന്താന്ന് അറിഞ്ഞിരിക്കുന്നേ? കണ്ണ് നിറയാനോ? ഇല്ലല്ലോ. അല്ല, നേർന്നു ഞാൻ കണ്ടല്ലോ. അത് കണ്ണിൽ പൊടി പോയതായിരിക്കും. അല്ല, ചേട്ടൻ കള്ളം പറയാ. ചേച്ചി എന്താ പണിട്ട് പോണേ ഞാൻ കണ്ടല്ലോ. അതെന്താ? അതെന്റെ മോൾക്ക് പറഞ്ഞ മനസ്സിലാവില്ല. അല്ല, മനസ്സിലാവും. എന്നാ നമുക്കൊന്ന് വൈകുന്നേരം പുറത്തു പോയാലോ? ചേച്ചി എന്നെ റെഡിയാക്കിട്ടാ ഞാനും ഏട്ടനും പുറത്തു പോവാ. ഇപ്പൊ എങ്ങോട്ടാ പോകുന്നേ? അതൊന്നും അറിയില്ല, ഞാനും ചേട്ടനും മാത്രമേ പോകുള്ളൂ.
ഏട്ടാ വാ. ദാ വന്നു. ഏട്ടാ സീറ്റ് ബെൽറ്റ് ഇട്. മോൾക്ക് ഇതൊക്കെ ആരാ പറഞ്ഞെന്ന്? ഡാഡി. ഏട്ടാ ഓ, ഈ പക്ഷികൾക്ക് മനുഷ്യന്മാരെ പോലെ ചേച്ചി ഒരുത്തിക്കുണ്ട് ഏട്ടാ. ഉണ്ടല്ലോ. അവർക്ക് അച്ഛനും അമ്മയും ഏട്ടനും എല്ലാവരും ഉണ്ട്. പക്ഷെ അവര് നമ്മള് മനുഷ്യന്മാരെ പോലൊന്നും അല്ല കേട്ടോ. അവർക്ക് എല്ലാരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. ഏട്ടാ എന്തിനാ കരഞ്ഞേ? ചിന്നുമോൾക്ക് പൂ നല്ല ഇഷ്ടമല്ലേ? ആ എന്നാ ഏട്ടനൊരു പൂവിന്റെ കഥ പറഞ്ഞു തരട്ടെ. ആ ഒരു സ്ഥലത്തൊരു പൂന്തോട്ടം ഉണ്ടായിരുന്നു. അവിടെ കുറെ നിറങ്ങളുള്ള പൂക്കൾ. അവിടെ നിന്ന് ഇത്തിരി മാറി ഒരു കൊച്ചു പൂച്ചട്ടി ഉണ്ടായിരുന്നു. അതിലൊരു കൊച്ചു പൂവ്. ആ പൂവിന് കാവലായി ഒരുപാട് പൂമ്പാറ്റകൾ. ഒരു ദിവസം പൂമ്പാറ്റകൾ തേൻ ശേഖരിക്കാൻ പോയി. അപ്പോ പതുക്കെ പതുക്കെ ഒരാള് പൂവിന്റെ അടുത്തേക്ക് വന്നു. അതാരാ? അതോ, ചിന്നമോളുടെ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ പൂവിനെ നശിപ്പിക്കുന്ന ആരാ? അത് ജോയ്. ആ, അപ്പ നമ്മുടെ പൂവിന്റെ അടുത്തേക്ക് വന്നത് ജോയലാണ്. അവൻ മെല്ലെ മെല്ലെ നമ്മുടെ അടുത്തേക്ക് നടന്നു വന്നു. എന്നിട്ട് അവൻ ചുറ്റിനും നോക്കി. എന്നിട്ട് ആ പൂവിനെ ഒറ്റയടിക്ക് അങ്ങ് പറിച്ചു. അയ്യോ പാമ്പു. ശരിക്കും പാവായിരുന്നു, പഞ്ചപാവം. ജോയൽ ആ പൂവിനെ പറിച്ചു കഴിഞ്ഞ് വെറുതെ ഇരുന്നില്ല. ജോയൽ ആ പൂവിന്റെ ഓരോ ഇതളുകളും പറിച്ചു. ഈർക്കലുകൾ കൊണ്ട് കുത്തി ആഴത്തിൽ മുറിവേൽപ്പിച്ചു. അവസാനം ആ പൂവിനെ എന്നേക്കുമായി ഭൂമിയിൽ നിന്ന് വേണ്ട, പറഞ്ഞു. വിട്, പോ, വിട്. ആ! വിട്. ചിന്നുമോളുടെ കയ്യിലിരുന്ന പൂവാണ് ജോയൽ തട്ടിപ്പറിച്ചതെങ്കിൽ ചിന്നുമോൾ എന്ത് ചെയ്യും? എനിക്ക് പേടിയാ. പേടിക്കണ്ട കേട്ടോ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ആ, ജോയൽ അവസാനം നശിപ്പിച്ച പൂവിന്റെ പേരെന്താ? ജിഷ.